മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റത്തിൽ. മന്ത്രി കൂടിയായ OR കേളുവാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അടിസ്ഥാന സൗകര്യം, കാർഷികം, ക്ഷീരമേഖല, ജലസേചനം, ടൂറിസം, പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. വടക്കേ വയനാട് നിയമസഭാ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് മാനന്തവാടി നിയമസഭാ മണ്ഡലമായി മാറുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെ എടവക, മാനന്തവാടി, പനമരം, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടർനാട്, വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് മാനന്തവാടി നിയോജക മണ്ഡലം. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ OR കേളുവാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അതായത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ 9ാം വാർഷികവും 2ാം ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികവുമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലത്തെയാണ്. ആ മണ്ഡലത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരള മിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലൈഫ് ഭവന പദ്ധതി, സാധാരണക്കാരുടെ ലൈഫ് ഭവന പദ്ധതി, ആ ലൈഫ് ഭവന പദ്ധതി തുടരുന്നു. അതിൽ SC/ST വിഭാഗത്തിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഭവന പദ്ധതി നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യം, കാർഷികം, ക്ഷീരമേഖല, ജലസേചനം, ടൂറിസം, പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. പിന്നെ പശ്ചാത്തല മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനന്തവാടി മണ്ഡലത്തിലെ മലയോര ഹൈവേ ഉൾപ്പെടെ എല്ലാ PWD റോഡുകളും നമ്മൾ നവീകരിച്ചു. ഇനി മാനന്തവാടി മണ്ഡലത്തിൽ ഒരു പൊതുമരാമത്ത് റോഡ് പോലും ഇനി ഫണ്ട് ലഭിക്കാത്ത ഒരു പൊതുമരാമത്ത് റോഡുകളില്ല. എല്ലാ റോഡുകളും നമ്മൾ ഫണ്ട് അനുവദിച്ച് എല്ലാം നവീകരിച്ച് ആധുനിക രീതിയിലേക്ക് നമ്മൾ റോഡ് മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ നമ്മൾ ബ്രിഡ്ജ്, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മാനന്തവാടി മണ്ഡലത്തിലെ തിരുനെല്ലി ക്ഷേത്ര പരിസരത്ത് നമ്മൾ എല്ലാ കൊല്ലവും ഫ്ലഡിൻ്റെ സമയത്തും പുഴയിലെ വെള്ളം നിറയുമ്പോഴൊക്കെ ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുന്നൊരു പ്രദേശവും അവിടെ പോലും നമ്മൾ ഏറ്റവും ആധുനിക രീതിയിലുള്ള പാലം നിർമ്മിച്ച് നമ്മൾ നാടിന് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ പശ്ചാത്തല മേഖലയിൽ വലിയ ഒരിക്കലുമില്ലാത്ത ഒരു മുന്നേറ്റമാണ് മാനന്തവാടി മണ്ഡലത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇതിനോടകം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. മാനന്തവാടി പാക്രമതലം റോഡ് വികസനം, മാനന്തവാടി കൈതക്കൽ റോഡ് വികസനം, വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ മണ്ഡലത്തിൽ ഫണ്ട് ലഭിക്കാത്ത ഒരു ഗവൺമെൻറ് സ്കൂളുമില്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. 1 കോടി രൂപ തൊട്ട് നമ്മൾ 5 കോടി രൂപ വരെ കൊടുത്തിട്ടുള്ള സ്കൂളുകളാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ പറഞ്ഞ ഒരു ഫണ്ട് പോലും ലഭ്യമല്ലാത്ത ഒരു സ്കൂൾ പോലും മാനന്തവാടി മണ്ഡലത്തിലുണ്ടാവില്ല. എല്ലാ സ്കൂളിലും നമ്മൾ ഫണ്ട് ലഭ്യമാക്കി എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി എന്നുള്ളതും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ
നാലാം വർഷത്തിൻ്റെ ഒരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിന് ഏറെ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. മാനന്തവാടി ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിന് പുതിയ കെട്ടിടം, മാനന്തവാടി ഗവൺമെന്റ് പോളിടെക്നിക്കിന് പുതിയ കെട്ടിടം, വെള്ളമുണ്ട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ മന്ദിരം, തിരുവണ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിന് പുതിയ കെട്ടിടം, പട്ടികവർഗ മേഖലയിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ MRSകളൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ നമ്മുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നതി എന്നുള്ള പദ്ധതിയെ അടിസ്ഥാനപ്പെടുത്തി ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അത് പ്രകാരമാണ് നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ ഏകദേശം 1000-ഓളം കുട്ടികളെ നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ ലംസം ഗ്രാൻഡും സ്റ്റൈപ്പൻറ്റും അതുപോലെ തന്നെ മറ്റ് ഗ്രാൻറ്റുകളൊക്കെ തന്നെ ചില തടസ്സങ്ങൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ പരിഹരിച്ച് നമ്മൾ 100% അവരുടെ ഗ്രാൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞു. ഒറ്റപ്പെട്ട കുട്ടികൾ ചിലപ്പോൾ എവിടെയെങ്കിലും കാണും, അതുകൂടി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അതുകൂടി പരിഹരിച്ച് അവരുടെ വിഷയങ്ങൾ നമ്മൾ പരിഹരിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ആർദ്രം പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ മാനന്തവാടി മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികളും നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി വയനാട്ടിൽ മാനന്തവാടി പ്രഖ്യാപിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് നമ്മളത് ഘട്ടം ഘട്ടമായിട്ട് അത് സ്ട്രെങ്തൻ ചെയ്ത് ഇപ്പോൾ അവിടെ കാത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കാനും 100 കണക്കിന് ആൾക്കാർക്ക് കാത്ത് സേവനം നമുക്ക് കൊടുക്കാനും വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമാണ്. ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡ് നിർമ്മാണം തുടങ്ങി നീളുകയാണ് വികസന പ്രവർത്തനങ്ങൾ.
ജനങ്ങൾക്ക് സേവനങ്ങൾ സുഗമമായി നൽകുവാൻ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ചെറുതും വലുതുമായി കുടിവെള്ള പദ്ധതികൾ എന്നിവ നടപ്പാക്കിയതിൽ ചിലത് മാത്രം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നടപ്പാക്കിയ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ തൃപ്തനാണ്. റോഡിൻ്റെ കാര്യത്തിലൊക്കെ വളരെ തൃപ്തനാണ്. ആശുപത്രിയുടെ കാര്യത്തിലും വളരെ തൃപ്തനാണ്. അതേസമയത്ത് നമ്മുടെ SC/ST വിഭാഗക്കാരുടെ കാര്യത്തിലാണ് ഒരു തൃപ്തി വരാത്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് വെച്ചാൽ ഇങ്ങനെ ഒരു അവരുടെ കാര്യം വെച്ചാൽ ഇനിയും നമ്മുടെ രാജ്യം കുറച്ച് സമയമെടുത്തെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഇനിയും പൊതുസമൂഹത്തോട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കൂ. കാരണം ഇവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലാൻഡ്ലെസ് ഫാമിലി ആയിരുന്നല്ലോ. തീരെ ഭൂമിയില്ലാത്ത കുടുംബങ്ങളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അവരുടെ ഈ കുടുംബത്തിൻ്റെ പരമ്പരാഗതയൊക്കെ വെച്ച് നമ്മൾ എടുത്ത് പരിശോധിക്ക് വരുമ്പോൾ നമ്മുടെ കേരളമായാലും ഇന്ത്യ രാജ്യമായാലും ഇനിയും കുറച്ച് സമയം എടുക്കേണ്ടിയിരിക്കുന്നു അവരുടെ ഒരു കാര്യത്തിൽ. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം പഴയതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം, ഒരുപാട് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞ് ഞാൻ പറയുക. കാരണം അതിൽ ഞാൻ പറഞ്ഞ ഒരു ഒറ്റ ഉദാഹരണമേ നമുക്ക് കാണേണ്ട കാര്യമുള്ളൂ. 1000-ഓളം കുട്ടികൾ ഇന്ന് ഇന്ത്യക്ക് പുറത്താണ് ഈ വിഭാഗത്തിൽ. അത് നമ്മുടെ SC/ST വിഭാഗത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. മാനന്തവാടി ടൗണിൽ ആധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ്, ബൈപ്പാസുകൾ, സാംസ്കാരിക വേദികൾ, ശിശു വയോജന പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻ, മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, പഞ്ചായത്തുകളിൽ കളിസ്ഥലം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും നടപടി ആരംഭിച്ചിരിക്കുകയാണ്. വടക്കേ വയനാട് നിയമസഭാ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം 2008 നിയമസഭാ പുനർനിർണയത്തോടെ മാനന്തവാടി നിയമസഭാ മണ്ഡലമായി മാറി. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയത്. ചരിത്രപരവും വാണിജ്യപരവുമായി പ്രാധാന്യമുള്ള കണ്ണൂരിലെ നിയമസഭാ മണ്ഡലമാണ് ഇരിക്കൂർ. കുടിയേറ്റ കർഷകർ ഏറെയുള്ള ഇരിക്കൂർ വിനോദസഞ്ചാര രംഗത്തും അനന്ത സാധ്യതകളാണ് തുറന്നിടുന്നത്. ഇരിക്കൂറിൻ്റെ വികസനങ്ങളുടെ വിശേഷങ്ങളാണ് നവകേരളം നവമുന്നേറ്റത്തിൽ അടുത്തത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ ചെങ്ങളായി, ഇരിക്കൂർ, ആലക്കോട്, ഉദയഗിരി, നടുവിൽ, എരിവേശി, പയ്യന്നൂർ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി താലൂക്കിലെ ഉളിക്കൽ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് ഇരിക്കൂർ നിയമസഭാ മണ്ഡലം. ആരോഗ്യം, ഗതാഗതം, വിദ്യാഭ്യാസം, ടൂറിസം എന്നിവയിലൂന്നിയ വികസനത്തിനാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന സജീവ് ജോസഫ് പ്രാമുഖ്യം നൽകുന്നത്. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ 4 വർഷം പൂർത്തിയാവുകയാണ്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഈ മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയെന്നും ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ലഭ്യമായ സർക്കാരിൻ്റെയും മറ്റ് ഏജൻസികളുടെയും എല്ലാ സഹായങ്ങളും പരമാവധി എല്ലാ വിഭാഗത്തിനും എല്ലാ മേഖലയ്ക്കും നൽകാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള PWD റോഡുകളുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. അതുപോലെ ഓരോ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് കൂടുതൽ ആർജിക്കേണ്ട ഒരു പശ്ചാത്തലത്തിലാണ് ജനപ്രതിനിധിയായി ഞാൻ ചുമതല ഏറ്റെടുക്കുന്നത്. ഈ കഴിഞ്ഞ 4 വർഷക്കാലവും ഇതിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോ വകുപ്പിലും സർക്കാരിലും വിവിധ ഏജൻസികളിലും അതിനുവേണ്ടി ശ്രമിക്കുകയും കുറേ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടിൻ്റെ മനമറിഞ്ഞുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇരിക്കൂറിൽ നടപ്പാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇരിക്കൂറിൻ്റെ മാറ്റം പ്രകടമാണ്. ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന മേഖല എന്ന നിലയിൽ പരമാവധി ശ്രമിച്ചത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്താണ്. ലഭിച്ച ഫണ്ടുകളിൽ ഏറെയും ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, പ്രത്യേകിച്ച് റോഡുകൾക്ക്, കലുങ്ക് അങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്നാകട്ടെ മറ്റ് സ്കീമുകളിൽ നിന്നാകട്ടെ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയിലേക്കും പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൂടി ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പരിമിതിയായി വന്നത്. പഞ്ചായത്തുകളുടെ റോഡുകൾ, ചെറിയ കലുങ്കുകൾ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ലാത്തതുകൊണ്ട് ജനങ്ങൾ അത്തരം വിഷയങ്ങളുമായി സമീപിക്കുമ്പോൾ അത് ചെയ്യാൻ നിർബന്ധിതരായി. അതുകൊണ്ട് മറ്റ് പല മണ്ഡലങ്ങളിലും വളരെ കാണാൻ കഴിയുന്ന, പ്രകടമായി കാണാൻ കഴിയുന്ന വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെയുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഫണ്ട് തികയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഏതാണ്ട് 90% പ്രവൃത്തികളും, 95% എന്ന് തന്നെ പറയാം, ഫണ്ട് ചെലവഴിച്ചത് ഈ റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് വേണ്ടിയാണ്. കാരണം ആളുകളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആവശ്യം അവർക്ക് യാത്രായോഗ്യമായ റോഡുകളാണ്. അപ്പം അത് പൂർത്തിയാക്കിയിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ള പരിമിതിയാണുള്ളത്. സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലും മണ്ഡലം ഏറെ മുന്നിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനുള്ള പദ്ധതികളാണ് നടന്നുവരുന്നത്. പുതിയ കെട്ടിടങ്ങൾ, ലാബുകൾ, ലൈബ്രറികൾ എന്നിവയെല്ലാം ഇക്കാലയളവിൽ സ്കൂളുകൾക്ക് ലഭ്യമായി. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മേഖലകൾ വിദ്യാഭ്യാസം, ടൂറിസം, കൃഷി എന്നീ 3 രംഗങ്ങളിലാണ് പ്രത്യേകമായ ഒരു മിഷൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ജനകീയമായ പങ്കാളിത്തത്തോടെയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ബോധപൂർവം അതിനെ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കിടക്കുന്നു എന്നതിൻ്റെ ഭാഗമായി നിയോജകമണ്ഡലത്തിലെ സ്കൂളുകളെ, അധ്യാപകരെ, കുട്ടികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ എല്ലാം ഒപ്പം നിർത്തിക്കൊണ്ട്, ജനപ്രതിനിധികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ദിശാദർശനം എന്ന ഒരു വിശാലമായ പ്ലാറ്റ്ഫോം വിദ്യാഭ്യാസ മേഖലയുടെ ഉണർവിന് വേണ്ടി ആരംഭിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ 4 വർഷവും അതിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നടത്തിയത്. അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ ചാർദാർത്ഥ്യം അക്കാര്യത്തിലുണ്ട്. മലാപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ,
ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് സർക്കാരിന്റെ കൈത്താങ്ങെത്തിയത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായുള്ള പദ്ധതികളും മണ്ഡലത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം കർഷകർക്കായുള്ള പദ്ധതി, കുട്ടികൾക്കായുള്ള കളിസ്ഥലം, വയോജനക്ഷേമത്തിനായി സെന്ററുകൾ എന്നിവയും സമീപഭാവിയിൽ ഇരിക്കൂറിൽ ഉയരും. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാരത്തിൽ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ അതിർത്തികളായ മലയോര പ്രദേശങ്ങളും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇരിക്കൂറിന് മനോഹാരിത പകരുന്നത്. പൈതൽമല, പാലക്കയം തട്ട്, കാഞ്ഞിരക്കൊല്ലി, കാപ്പിമല എന്നിവയാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമെ ടൂറിസം മേഖലയിലും വലിയ ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു അസംബ്ലി തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ടൂറിസം രംഗത്തെ വികസനത്തിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച മണ്ഡലം ഇരിക്കൂറാണ്. 2022 അവസാനം നവംബർ മാസം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ, ശ്രീ കെ സുധാകരൻ MP യുടെ സാന്നിധ്യത്തിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ട ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 474 കോടി രൂപയുടെ വാഗ്ദാനം, നിക്ഷേപ വാഗ്ദാനം അവിടെ ഉണ്ടാകുകയുണ്ടായി. ഉത്തര മലബാറിൻ്റെ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ പൈതൽമല, പാലക്കയം തട്ട്, കാപ്പിമല, കാഞ്ഞിരക്കൊല്ലി, തിരുനെറ്റിക്കല്ല് തുടങ്ങിയ 7 കൊണ്ട് തുടങ്ങിയിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ടൂറിസം ഡെസ്റ്റിനേഷനുകളാണ്. അപ്പോൾ ഇവയുടെ വികസനത്തിന് വേണ്ടിയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇവിടെയുള്ള ഭൂമി, ഈ പ്രദേശത്തെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ആകർഷകമാക്കാനും അതുവഴി നാട്ടുകാർക്ക് ഒരു വരുമാനമുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂറിസം രംഗത്ത് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയത്. ഇരിക്കൂറിനെ മലബാറിന്റെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. നിക്ഷേപക സംഗമം, ടൂറിസം സമ്മേളനങ്ങൾ എന്നിവയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും താമസ സൗകര്യങ്ങൾക്കും മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. വിദേശ നിലവാരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്തെ മാറ്റങ്ങൾ ഇരിക്കൂറിലും പ്രകടമാണ്. താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ഇതിന്റെ മകുടോദാഹരണമാണ്. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് നമ്മുടെ മേഖല, കാർഷിക മേഖല എന്ന നിലയിൽ ആദ്യമായി ഇവിടെ ഒരു കർഷക സംഗമം അഗ്രിഫെസ്റ്റ് 25 ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ആലക്കോട് വെച്ച് നടന്ന അഗ്രിഫെസ്റ്റിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നമ്മളത് സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിലെ കർഷകർ, രംഗത്തെ വിദഗ്ധർ, കാർഷിക മേഖലയിൽ നിന്നുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ നടത്തിയ ആ കർഷക സംഗമം അത് കാർഷിക രംഗത്ത് വലിയൊരു ഉണർവുണ്ടാക്കാൻ, ചലനമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ടൂറിസം, വിദ്യാഭ്യാസം, കൃഷി, ഈ 3 മേഖലകളിലും നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെയുള്ള സമഗ്രമായ ഒരു മുന്നേറ്റം, ഒരു കൂട്ടായ്മ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തദ്ദേശീയമായ പരിപാടികൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ആവശ്യമായ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അതാത് വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ അവരുടെ ഊരുകളിലെ, അവരുടെ ഉന്നതികളിലെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ, അംബേദ്കർ ഗ്രാമ പദ്ധതി ഉൾപ്പെടെയുള്ള സർക്കാർ അനുവദിക്കുന്ന പദ്ധതികൾക്ക് പുറമെ മറ്റ് കുറേ പ്രവർത്തന പരിപാടികൾ, അവർക്കാവശ്യമായ റോഡ്, അവർക്കാവശ്യമായ മറ്റു സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ നമ്മൾ ശ്രമിച്ചു വരികയാണ്.
നവകേരള സൃഷ്ടിയിലേക്കുള്ള പ്രയാണത്തിൽ തന്നെയാണ് ഇരിക്കൂറും. മണ്ഡലത്തിൻ്റെ വികസന ദിശാസൂചികകൾ സൂചിപ്പിക്കുന്നതും വികസന തുടർച്ച തന്നെയാണ്.